ഷൈനിയുടെയും അലീനയുടെയും ഇവാനയുടെയും ജീവിതബലി, ചില ചിതറിയ ചിന്തകൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. അലറിപ്പാഞ്ഞ് ഓടിയടക്കുന്ന ട്രെയിനിന് മുമ്പിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ചിന്നിച്ചിതറുന്ന ഒരു സ്ത്രീയുടെയും അവരുടെ 2 പെൺകുട്ടികളുടെയും ദാരുണ ചിത്രം പോലെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതും അടങ്ങാത്ത തേങ്ങൽ ഉണർത്തിയതുമായ ഒരു ദൃശ്യം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞെങ്കിലും കണ്ണടച്ചാൽ ഉടനെ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് മാത്രം കണ്ട ആ ദൃശ്യം നമ്മുടെ എല്ലാം മനസ്സുകളിൽ മൗന നിലവിളികൾ ഉയർത്തി വീണ്ടും വീണ്ടും മിന്നിത്തെളിഞ്ഞു നിൽക്കുകയാണ്. ഭീതിതവും അതിദാരുണവുമായ ആ ദൃശ്യം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസാക്ഷിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വലിയൊരു ചോദ്യചിഹ്നമായി അങ്ങനെ നിൽക്കുകയാണ്. ഈ ചോദ്യചിഹ്നം ഉന്നയിക്കുന്ന നിരവധി ഉപചോദ്യങ്ങളുണ്ട്. കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇന്നും തുടരുന്ന ഭർതൃപീഡനം, അമ്മായിമ്മ പോര്, ഭർതൃഗൃഹത്തിൽ അംഗീകാരമില്ലായ്മ, ഭാര്യയെയും ഭാര്യയുടെ കുടുംബത്തെയും താഴ്ത്തിക്കെട്ടൽ, ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിൽ പോലും സ്ഥാനമില്ലാത്ത അവസ്ഥ, പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അവരുടെ മേൽ തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന മാതാപിതാക്കളുടെയും ആങ്ങളമാരുടെയും ചിന്ത എന്നിങ്ങനെ പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ കേരളത്തിലെ ഒട്ടേറെ മനുഷ്യ സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന പരാധീനതകൾ നിരവധിയാണ്. ഇവയ്ക്കെല്ലാം നേരെ അപാരമായ വെളിച്ചമാണ് അലറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് മുമ്പിൽ കെട്ടിപ്പിടിച്ച് ചിന്നിച്ചിതറുന്ന ഈ പെൺജന്മങ്ങളുടെ ദൃശ്യം വീശുന്നത്. ഷൈനിയുടെയും മക്കളായ അലീന, ഇവാന എന്നീ പൊന്നോമനകളുടെയും ജീവബലി മിന്നൽ പിണരിൻ്റെ ശക്തിയിൽ പരത്തിയിരിക്കുന്ന ഈ വെളിച്ചം നീതിബോധമുണർത്തി കേരളത്തിലെ ക്രൈസ്തവ സമുദായാംഗങ്ങളെയും ഓരോ കുടുംബാംഗങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ആത്മപരിശോധന നടത്തിക്കുകയും സ്വയം തിരുത്തിക്കുകയും ചെയ്യാൻ പോരുന്നതാണ്. കുറഞ്ഞ പക്ഷം ജീവിത പങ്കാളിയുടെ മേൽ അധികാരപ്രയോഗം നടത്തി മേൽക്കോയ്മ സ്ഥാപിച്ച് മിടുക്കനായി കളയാം എന്ന ചിന്ത എത്രമേൽ അല്പത്തരവും പ്രാകൃതവുമാണെന്ന തിരിച്ചറിവിലേക്ക് കുറേ പേരെങ്കിലും തിരിയാൻ അത് പ്രേരണയാകും. ഇത്രയെങ്കിലും സംഭവിച്ചാൽ ഷൈനിയുടെയും അലീനയുടെയും ഇവാനയുടെയും ജീവിതവും ജീവിതബലിയും അത്ര കണ്ട് അർത്ഥവത്തായി എന്ന് കരുതാം. ഈ ജീവിതബലി ജനങ്ങളിൽ ഉയർത്തിയ നീതിബോധവും അതിൽ നിന്ന് ഉയർന്ന ധാർമ്മികരോഷവും നാം ഏറ്റുമാനൂർ പാറോലിക്കലെ ഷൈനിയുടെ വീട്ടുപരിസരത്തും തൊടുപുഴ ചുങ്കം പള്ളി പരിസരത്തും നിരവധി വീഡിയോകളിലൂടെ കണ്ടതാണ്. ഷൈനിയുടെ ഭർത്താവ് നോബിക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലീസ് സന്നാഹം വേണ്ടി വന്നു. കാരിത്താസ് ആശുപത്രി മാനേജ്മെൻറ്റ് ഷൈനിക്ക് ജോലി നിഷേധിച്ചതിൻ്റെ കാരണക്കാരനെന്ന് വിശ്വസിക്കപ്പെടുന്ന നോബിയുടെ സഹോദരൻ ഫാദർ ബോബിക്കെതിരെയും കോട്ടയം രൂപതാ നേതൃത്വത്തിനെതിരെയും ജനങ്ങളുടെ ആക്രോശങ്ങൾ ഉയർന്നു മുഴങ്ങി. ചുങ്കം ഇടവക്കാരാകട്ടെ ഷൈനിയുടെ ഭർതൃഗ്രഹം പൂർണ്ണമായി ബഹിഷ്കരിച്ചു. തടിച്ചുകൂടിയിരുന്ന ആയിരങ്ങളെ ഭയന്ന് ചുങ്കം പള്ളിയിലെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പോലും ഭർത്താവിനും വീട്ടുകാർക്കും ധൈര്യമുണ്ടായില്ല. പിറ്റേ ഞായറാഴ്ച മള്ളൂശ്ശേരി ജ്ഞാനായ ഇടവകയിൽ മുഴുവൻ ഭക്തസംഘടനകളുടെയും സംയുക്ത നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗത്തിലും കോട്ടയം രൂപതാധികാരം പുലർത്തുന്ന മൗനത്തിനെതിരെയും കാരിത്താസ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെതിരെയും ഷൈനിയെ ജീവിക്കാൻ അനുവദിക്കാതെ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഫാദർ ബോബിക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഷൈനിയെ ഏറെ വിഷമിപ്പിച്ച ഒരു പ്രശ്നം ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി കുടുംബശ്രീയിൽ നിന്നെടുത്ത 3 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ച പരാതി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അത് ഷൈനിക്കെതിരെയുള്ള കോടതി കേസാക്കി മാറ്റിയത് അഡ്വക്കേറ്റ് കൂടിയായ ഫാദർ ബോബിയാണെന്ന് വിശ്വസനീയമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരിത്താസ് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഷൈനി അവിടെ എത്തിയപ്പോഴേക്കും അതില്ലാതായതിൻ്റെ പിന്നിലും ഈ വൈദികനാണെന്ന് അനുമാനിക്കപ്പെടുന്നു. അവിടെ മാത്രമല്ല, ഷൈനി ജോലിക്കായി സമീപിച്ച മറ്റ് പല ഹോസ്പിറ്റലുകളിലും ജോലി നിഷേധിക്കപ്പെട്ടത് ഈ വൈദികൻ്റെ സ്വാധീനം മൂലമാണെന്നും പറയപ്പെടുന്നു. അങ്ങനെ പ്രതിസ്ഥാനത്ത് വരേണ്ട ഫാദർ ബോബിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ സേവനം ചെയ്യുന്ന ഓസ്ട്രേലിയയിൽ അവിടെയുള്ള സീറോ മലബാർ വിശ്വാസി സമൂഹം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപകടം മണത്ത ഫാദർ ബോബി ഓസ്ട്രേലിയയിൽ നിന്ന് പോന്നെന്നും കേരളത്തിൽ കോട്ടയം രൂപത അദ്ദേഹത്തെ എവിടെയോ ഒളിപ്പിച്ച് സംരക്ഷിക്കുകയാണെന്നും കരുതപ്പെടുന്നു. ഇതിനിടെ കാരിത്താസ് ആശുപത്രി മാനേജ്മെൻറ്റിനെയും കോട്ടയം രൂപതാധികാരികളെയും നീതീകരിക്കാനുള്ള ശ്രമങ്ങൾ രൂപതയുടെ ഇടനാഴികളിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തത്തിന് പിന്നിൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും അത് അവർ തമ്മിലാണ് പരിഹരിക്കേണ്ടതെന്നും അതിൽ ഏതെങ്കിലും വൈദികർക്കോ കാരിത്താസ് ആശുപത്രി മാനേജ്മെൻറ്റിനോ രൂപതയ്ക്കോ ഒരു പങ്കുമില്ലെന്നുമായിരുന്നു ഫാദർ
സനീഷ് കയ്യാലപ്പുറത്ത് എന്ന ന്യായീകരണ പുരോഹിതൻ വാദിച്ചത്. ഇതേ വൈദികൻ വയനാട് കൊട്ടോടി ജ്ഞാനായ ഇടവകകാരിയായിരുന്നപ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ആലോചിച്ച് നടത്താനിരുന്ന ഒരു വിവാഹം അവസാന മുഹൂർത്തത്തിൽ മുടക്കാൻ മുൻകൈയെടുത്തതിന് പേരിൽ കോടതി അലക്ഷ്യത്തിന് ഇപ്പോൾ പ്രതിസ്ഥാനത്താണ് ഉള്ളത് എന്നും ഓർക്കുക. ദുരന്തം നടന്നിട്ട് 2 ആഴ്ചയാകുമ്പോഴും കോട്ടയം രൂപതാധ്യക്ഷനോ മറ്റേതെങ്കിലും ഉന്നത സഭാധികാരികളോ ഷൈനിയുടെ വീട് ഒന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് അറിയുന്നത്. അതായത് ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ ഉലച്ചു കളഞ്ഞ ഈ കൂട്ട ആത്മഹത്യയിൽ യാതൊരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നത് കോട്ടയം രൂപതാധികൃതർ മാത്രമാണ് എന്ന്. തങ്ങൾക്കെതിരെയും കാരിത്താസ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കിയതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം രൂപത ഒരു അനുശോചന യോഗം പോലും നടത്തുകയോ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഓർക്കുക. അതിദാരുണമായ ഈ കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ച ഓരോരുത്തരെയും നീതിപീഠത്തിന് മുന്നിലെത്തിച്ച് തക്ക ശിക്ഷ നൽകിക്കുക എന്നത് ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമാണ്. പക്ഷേ ഈ കേസിൽ നീതി ഉറപ്പാക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും ഭരണകൂടവുമായും കത്തോലിക്കാ സഭയ്ക്കുള്ള സ്വാധീനം വലിയൊരു തടസ്സമായിരിക്കും സൃഷ്ടിക്കുക എന്നുറപ്പാണ്. വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്ന, ഇനിയൊരിക്കലും ആ വീട്ടിലേക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിരുന്ന ഷൈനിയുടെ മൃതദേഹം ഭർത്താവിൻ്റെ വീട്ടിലെത്തിച്ച് ആ ഇടവക പള്ളിയിൽ തന്നെ സംസ്കരിക്കണമെന്ന വാശി നാട്ടുകാരാകെ എതിരായിരുന്നിട്ടും പോലീസ് സേനയെ ഇറക്കി നടപ്പാക്കി കൊടുത്തത് തന്നെ അതിനൊരു ഉദാഹരണമാണ്. 13 ലക്ഷം രൂപ കോഴ വാങ്ങി നിയമിച്ച ശ്രീമതി അലീന ബെന്നി എന്ന അധ്യാപകയ്ക്ക് 6 വർഷക്കാലം 1 രൂപ പോലും നൽകാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സംഭവത്തിൽ താമരശ്ശേരി ബിഷപ്പിനെതിരെയോ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെതിരെയോ ഗവൺമെൻറ് ഒരു ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല എന്നോർക്കുക. ഇപ്രകാരം മെത്രാൻ പുരോഹിത സംരക്ഷണം ഭരണകൂടത്തിൻ്റെ കടമയായി കണ്ട് കണ്ണടയ്ക്കുന്ന എത്രയോ സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി അഡ്വക്കേറ്റായ ശ്രീമതി ദീപ ജോസഫ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ ശക്തമായ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അത്തരമൊരു ആക്ഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന ആവശ്യം ആദ്യമേ തന്നെ ഉന്നയിക്കേണ്ടിയുമിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള സർക്കാരിന് കീഴിലുള്ള ഏത് അന്വേഷണവും ഉറപ്പായും സഭാധികാരത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരിക്കും. ഇതുവരെ പറഞ്ഞത് ഈ കേസിൻ്റെ നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ നമുക്ക് അതിനും അപ്പുറത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തോട് പ്രതികരിച്ച് വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അനേകം സ്ത്രീകൾ ഷൈനി അനുഭവിച്ചതിന് സമാനമായ സാഹചര്യത്തിൽ ജീവിതം തള്ളി നീക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കാണുകയുണ്ടായി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിദാരുണമായ ഈ കൂട്ട ആത്മഹത്യ അതിശക്തമായി ഉയർത്തിയിരിക്കുന്ന അനുബന്ധ ചോദ്യങ്ങളെ കൂടി, അതായത് കേരളത്തിലെ സ്ത്രീകൾ വിവാഹത്തിന് ശേഷം നേരിടേണ്ടി വരുന്ന അനാഥത്വം, അവഗണന, സ്വാതന്ത്ര്യമില്ലായ്മ, ജനിച്ചു വളർന്ന വീടുകളിൽ പോലും സ്ഥാനമില്ലാത്ത അവസ്ഥ മുതലായ മനുഷ്യത്വരഹിതവും പ്രാകൃതവുമായ സാഹചര്യങ്ങളെ കൂടി ഇപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വേറെ പോക്കടമില്ലാതെ അടിമത്തത്തിൽ നരകച്ച് കഴിയേണ്ടി വരുന്നവർക്ക് താങ്ങും തണലും കരുത്തും സ്വാതന്ത്ര്യവും നൽകുന്ന തരത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങൾക്ക് പ്രാദേശിക തലങ്ങളിലും സംസ്ഥാന തലത്തിലും രൂപം നൽകേണ്ടതില്ലേ എന്ന് കേരളത്തിലും മറുനാടുകളിലുമുള്ള മലയാളി സമൂഹം ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അലറിപ്പാഞ്ഞു വന്ന മരണത്തിന് മുമ്പിൽ കെട്ടിപ്പിടിച്ച് ചിന്നിച്ചിതറിയ ആ നിഷ്കളങ്ക മുഖങ്ങൾ നമ്മളിലെല്ലാം ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അഗ്നിനാളങ്ങളെ ചേർത്ത് പിടിച്ച് പരിശ്രമിച്ചാൽ അത് അസാധ്യമായ ഒരു കാര്യമായിരിക്കുകയില്ല തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത്തരം ദാരുണ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അവ നൽകുന്ന ഷോക്കിൽ തളർന്നു നിൽക്കാതെ അതിനെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായി കണ്ട് ഞെട്ടിയുണരുകയും യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും വരെ സംഘടിതരായും ജാഗരൂകരായും നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൂടാതെ സമാനമായ ദുരന്ത സാഹചര്യങ്ങളിൽ ആത്മഹത്യയുടെ വിളിമ്പുകളിൽ ജീവിക്കുന്ന ഹതഭാഗ്യരായ സ്ത്രീജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള സാമൂഹിക സംവിധാനങ്ങളെക്കുറിച്ച് നാം സുമനസ്കരായ മലയാളികൾ സർഗാത്മകമായി ചിന്തിച്ചു തുടങ്ങേണ്ടതും ഒരു ആവശ്യമാണ്. ഭാവനയും കഴിവും നേതൃത്വശേഷിയും ആത്മാർത്ഥതയും ധനശേഷിയുമുള്ള ലോക മലയാളികൾ ഈ ലക്ഷ്യത്തിനു വേണ്ടി കൈകോർക്കാൻ തയ്യാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം.